അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും ജീവിക്കുന്ന സന്ദർഭത്തിൽ പലർക്കും മനസ്സിൽ ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ പേടി തോന്നാറുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നതായ ചില സന്ദർഭങ്ങളുണ്ടായാൽ അതിനെ ഫേസ് ചെയ്യാൻ, നേരിടാൻ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയം വരാറുണ്ട്. ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നാം പേടിയോടെ ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഭയം നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് മാറിക്കിട്ടാൻ, ഒരു ആത്മധൈര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ നാം ചെയ്യേണ്ട ഒരു അമലാണ്. ദിനം പ്രതി നാം അത് ചെയ്യുകയാണെങ്കിൽ വലിയ വിജയം ലഭിക്കുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ചെയ്യുക. അതിനു മുന്നോടിയായി എൻ്റെ ഈ ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കരുത്തുറ്റ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. നല്ല നല്ല കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി അയക്കുക. സമയോചിതമായി അതിനൊക്കെ മറുപടി നാം തരുന്നതാണ്. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പകർന്ന് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ അല്ലെങ്കിൽ നാം ഫേസ് ഇടാൻ ചിലപ്പോൾ നമുക്ക് മനോധൈര്യമില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ആത്മധൈര്യം കിട്ടാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഒരു വഴിയാണ്, ഒരു സൊല്യൂഷനാണ്, ഒരു പരിഹാര മാർഗമാണ്. ആ മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് മഹാനായ അസയ്യിദ് മുഹമ്മദ് ഹക്കുന്നാസ്ലി റഹ്മഹുല്ലാ. മഹാനവറുകൾ പറയുകയാണ്, 17 തവണ ദിവസവും നാം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ, ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം എന്ന മഹത്തായ ആയത്തിനെ എല്ലാവരും ഓതുക. സൂറത്തുൽ ബഖറയിലെ പ്രധാനപ്പെട്ടതായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ ലഭിക്കാനും, നമ്മുടെ മനസ്സിനുണ്ടാകുന്നതായ വിഷമതകൾ, അതുപോലെ തന്നെ വൈകാരികമായ പൈശാചികമായ വികാര വിചാരങ്ങൾ തുടങ്ങിയതായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ ആയത്തുൽ കുർസി പരിഹാരമാർഗമാണ്. എല്ലാവരും ജീവിതത്തിൽ അത് പതിവാക്കുക. ജീവിതത്തിൽ അത് ഉടനീളം പതിവാക്കിയാൽ, എല്ലാ ദിവസവും 17 തവണ നാം പതിവാക്കിയാൽ നമുക്ക് ആത്മീയ ഒരു ധൈര്യം കിട്ടുന്നതാണ്. കുടുംബ പശ്ചാത്തലങ്ങളിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ധൈര്യമില്ലായ്മ കൊണ്ട് നാം പല പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളാകാം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ആത്മധൈര്യം കിട്ടാൻ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഈ പരിഹാര മാർഗങ്ങളൊക്കെ ജീവിതത്തിൽ പതിവാക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംശുദ്ധമായ എല്ലാ നിലക്കുമുള്ളതായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും എനിക്കും കുടുംബത്തിനും മറ്റുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന വലിയ ആഗ്രഹത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.